ആൻ്റണി എന്ന സിനിമയിലൊരു കാഴ്ചയുണ്ട്, ബൈബിളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച തോക്ക്. ഈ കാഴ്ച മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ്. ഹോളിവുഡ് സിനിമയിലൊക്കെ അത് പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പോഴേക്കും അത് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി. പലരുടെയും വികാരങ്ങൾ മുറിപ്പെട്ടു. ഇതിനൊരു കേസൊക്കെ കൊടുത്തായിരുന്നു. കേസിന് അനുകൂലമായി വിധിയുണ്ടായി. ബൈബിൾ എന്നുള്ള പേര് പിന്നെ ബ്ലർ ചെയ്ത് കാണിക്കേണ്ടി വന്നു സിനിമക്കാർക്ക്. OTT റിലീസിലൊക്കെ ബ്ലർ ചെയ്ത് ബൈബിളാണ് നമ്മൾ കാണുന്നത്. ഇതിനേക്കാൾ ഭീകരമായ ഒരു ചിത്രമാണ് ഇന്നത്തെ ഗോസ്പലിൽ. സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർ, ഈശോ ആദ്യമായിട്ട് തൻ്റെ പ്രസംഗം അവരോട് പറയാണ്. ഈശോ പറയുന്നത് യൂണിവേഴ്സൽ ലവിനെ കുറിച്ചാണ്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു, ഒരുപോലെ സ്നേഹിക്കുന്നു. അതിന് ഈശോ 2 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒന്ന് സിറിയായിലെ നാമാൻ, പിന്നെ സരപ്തായിലെ വിധവ. ഈ 2 പേരും അന്യനാട്ടുകാരാണ്, അന്യമതക്കാരാണ്. അത് സിനഗോഗിലിരുന്ന യഹൂദർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവർ ഫിൽഡ് വിത്ത് റേജ് എന്ന് പറയാം. അവർ കോപാകുലരായി. എന്നിട്ട് അവർ ഈശോനെ പിടിച്ചിറക്കി കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ. അപ്പോൾ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യമാണ് അവർക്കുണ്ടാകുന്നത്. ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആൾക്കാരുടെ ഉള്ളിൽ അവിടെ കൂട്ടത്തിൽ ഉള്ള ഒരാളെ കൊല്ലാനുള്ള വെറുപ്പും ദേഷ്യം എങ്ങനെ വന്നു? ബൈബിളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച തോക്കിനേക്കാൾ ഭീകരമല്ലേ ആരാധിക്കുന്ന മനസ്സുകൾക്കുള്ളിൽ കോപവും വെറുപ്പും സൂക്ഷിച്ചു വയ്ക്കുന്നത്?